നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജഗദീപ്, എടാ ജഗദീപ്, ജഗദീപേ, എടാ ജഗദീപേ. ജഗദീപ് പുറത്തല്ലേ? ഇയാളെന്തിനാ മുകളിലോട്ട് നോക്കി വിളിക്കുന്നേ? അതാമ്മ എനിക്ക് മനസ്സിലാവാത്ത. ജഗദീപേട്ടൻ കുറെ നേരമായിട്ട് നമ്മുടെ കൂടെ അല്ലേ? ജഗദീപേ, ദാ വരുന്നു. എന്താ അച്ഛാ? ജഗദീപിനെ വിളിച്ചപ്പോ ഇവൻ എന്തിനാ വന്നേ? ചിലപ്പോ അസിസ്റ്റന്റ് ആയിരിക്കും അമ്മേ. ഏതാടാ ഈ പെണ്ണ്? എനിക്കറിയില്ല അച്ഛാ. എടാ ഈ പെണ്ണ് നീ രജിസ്റ്റർ മാരേജ് കഴിച്ചോ? ഞാൻ ഈ പിശാചിനെ കണ്ടിട്ട് പോലുമില്ല അച്ഛാ. നിങ്ങൾ എന്തിനാ അവനെ തല്ലുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് അവളെ എവനാണ് രജിസ്റ്റർ മാരേജ് കഴിച്ചതെന്ന്? അത് ഇവനല്ല, ജഗദീപ്, ജഗദീപ് കുമാർ. വന്നേ. ജഗദീപ് എന്ന് പറയുന്നത് ഇവനാ. എടോ, ഈ ജഗദീപിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ചിറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മകൻ ജഗദീപിന്റെ കാര്യ. പെണ്ണുപിള്ളേ, ചിറക്കൽ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഞാനാ. ഈ നിൽക്കുന്നത് എന്റെ ഭാര്യ ശശികല, ഇതെന്റെ മകൻ ജഗദീപ്. ദേ, ചുമ്മാ തമാശ പറയരുത്. നിർത്ത്. ഈ കാണുന്നതാണ് നിങ്ങൾ പറയുന്ന ജഗദീപ്? അതെ. ഇവനെ പക്കാ ഫ്രോഡാ. ഇവന്റെ ശരിക്കുള്ള പേരെന്താന്ന് പോലും എനിക്കറിയില്ല. ഗസറ്റ് പരസ്യം കൊടുത്ത് ജഗദീപ് എന്ന് പേര് മാറ്റിയിരിക്കുക. ചിറക്കൽ രാമചന്ദ്രന്റെ മകനാണെന്ന് പറഞ്ഞ് ഇവൻ കാണിച്ച തട്ടിപ്പിനെല്ലാം എവിടെ നിന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എടി, ഇങ്ങോട്ടൊന്ന് വന്നേ. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. അമ്മേ, അമ്മ വണ്ടി എവിടെ? എവിടെ? എടോ, കാർ എവിടെ? അത് അയാള് കൊണ്ടുപോയി മാഡം. ആര്? ജഗദീപോ? അതെ, അയാള് കൊണ്ടുപോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചു. ഇനി അത് വേണ്ട. ഇനിയും സന്ദീപ് ഒറ്റയ്ക്കാക്കോ? പറയാ, ഒറ്റയ്ക്കാക്കോ?
ഇത് നമ്മുടെ രണ്ടാളുടെയും രണ്ടാം ജന്മോ. തൻ്റെ നെറ്റിയിൽ ഇതിനു മുമ്പ് 2 തവണ ഞാൻ സിന്ദൂരിട്ടിട്ടുണ്ട്. അന്നൊക്കെ താൻ അരികിൽ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സ് അകലെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആ അവസ്ഥയൊക്കെ മാറി, ജീവിതം മാറി, തിരിച്ചറിവുകളുണ്ടായി. എൻ്റെ ശരീരവും മനസ്സും ഇപ്പോൾ തൻ്റെ അടുത്ത് തന്നെയുണ്ട്. അർച്ചന എൻ്റെ പെണ്ണ് എന്നെ ശരിക്കും തോൽപ്പിച്ചോളാം. ഇനിയൊന്നും സ്നേഹമുണ്ട്. സ്നേഹിച്ച് എന്നെ കീഴ്പ്പെടുത്തി കളഞ്ഞു. ഇപ്പോ എനിക്കൊരാഗ്രഹം തോന്നുക. എന്താ? ഒരു വിവാഹം കൂടി കഴിച്ചാലോ എന്ന്. അയ്യോ, അങ്ങനല്ല. ഈ നിൽക്കുന്ന, ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഈ ആളെ തന്നെ ഒന്നുകൂടി വിവാഹം കഴിച്ചാലോ എന്ന്. അതിനെ പശ്ചാത്താപമെന്നോ കുറ്റബോധമെന്നൊക്കെ വിളിക്കും. ഒരു വിവാഹവും കഴിക്കണ്ട. ഇത്രയും നേരം ഞാൻ കേട്ടുനിന്ന സച്ചേട്ടന്റെ വാക്കുകളുണ്ടല്ലോ, അത് മതി. എനിക്ക് ഈ ജന്മം സന്തോഷിക്കാം. ഈ കരുതൽ മതി. സമാധാനത്തോടെ മരിക്കാം. ഒരിക്കലും ഇങ്ങനൊന്നും പറയരുത്. ഈ ആളില്ലാണ്ടായ പിന്നെ ഞാനുണ്ടാവുമോ? ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെയും മോളുടെയും കാര്യത്തില് ഇനി നീ ഇടപെടാനും പാടില്ല. ആർക്കും ഒരു ശല്യമാവാൻ ഞാൻ വരില്ല. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരികയില്ല. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ മോളുടെ കാര്യത്തിൽ ഇടപെടുകയില്ല. നിനക്കതിന് കഴിയോ? എങ്കിൽ സത്യം ചെയ്യും. ചെയ്യ്. സത്യം ചെയ്യ്. സത്യം. ഇനി എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് മാളുവിനെ ഇവിടുന്ന് മാറ്റണം. ആരെങ്കിലും സഹായിക്കാനില്ലാതെ എനിക്കത് ചെയ്യാൻ സാധിക്കില്ല. നോക്കാം. അമ്മേ, ഞാൻ ഗോകുലോട് സംസാരിച്ചു. അവനല്ല മാളുവിനെ കൊണ്ടുപോയത്. മഹിയും ഗോകുലിനെ കാണാൻ പോയിരുന്നു എന്നാ അവൻ പറഞ്ഞത്. മാളുവിനെ കിട്ടിയില്ലെങ്കിൽ അവൻ മഹിക്കെതിരെ കേസ് കൊടുക്കുന്നും പറഞ്ഞു.
ഇവിടെ മാളുവിനെ ആര് കൊണ്ടുപോയി എന്നതല്ല ഇപ്പോഴത്തെ പ്രശ്നം. അവൾ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നേ പറ്റൂ. അത് നമ്മുടെ ആവശ്യ. ഞാനത് നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ. ആരാണ് തട്ടിക്കൊണ്ടു പോയെന്നറിയാതെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കാനാ? മഹി പറ്റാവുന്ന സ്ഥലത്തെല്ലാം തിരക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നൊക്കെ നമുക്ക് ചെയ്യാം. മാളുവിന് എന്തെങ്കിലും സംഭവിച്ചാ നമ്മുടെ പദ്ധതി എല്ലാം തകരും. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? സ്വത്തുക്കളെല്ലാം മഹിയുടെ പേരിലല്ലേ? പിന്നെ എന്തിനാ മാളുവിനെ നമുക്ക് വേണോന്ന് അമ്മ പറയുന്നത്? മഹി ജീവിക്കുന്ന തന്നെ മാളുവിന് വേണ്ടിയാ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ മഹി എങ്ങനെയാവും പെരുമാറുകയെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവനെ അടക്കി നിർത്താനും നമ്മുടേതായ രീതിയിൽ കൊണ്ടുവരാനും മാളുവിനെ നമ്മുടെ കയ്യിൽ വേണം. ഞാൻ പറയുന്നൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് എനിക്കോട് മനസ്സിലായില്ല. തൽക്കാലം മോൻ ഇത്രയും മനസ്സിലാക്കിയാ മതി. എത്രയും പെട്ടെന്ന് മാളുവിനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. ചെല്ല്. ശരി അമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിയേട്ടനും ഗംഗയും ഇത് കണ്ടാൽ മതിയായിരുന്നു. മഹിയേട്ടാ, മഹിയേട്ടാ, മഹിയേട്ടൊന്ന് വണ്ടി നിർത്തൂ. എന്താ എന്താ ഗംഗേ? കാറൊന്ന് പിന്നിലേക്ക് എടുക്കൂ. വേഗം വേഗം എടുക്ക്. മഹിയേട്ടാ, മഹിയേട്ടാ, ഇവിടെയാ. മഹിയേട്ടാ, മഹിയേട്ടാ, നമ്മുടെ മോള്. മഹിയേട്ടാ, ഈ ഹെയർ ബോ മാളുവിന്റെയാ. നമുക്ക് അകത്ത് പോയി നോക്കാം. ശരി വാ. മാളു, മാളു, മോളെ, മാളു, മാളു, മാളു ഇവിടെ എവിടെ ഉണ്ട് മഹിയേട്ടാ? മാളു, 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 മഹിയേട്ടാ, മാളു, ഗംഗേ, ഇവിടേക്ക് വരൂ. മാളു ഇവിടെയാ. മാളു ഇവിടെയാ കിടക്കുന്നേ. മാളു, മഹിയേട്ടാ, ഗംഗേ. മാളു ഇവിടെ ഇല്ലെന്നാ തോന്നുന്നേ. വേഗം നമുക്ക് ഇവിടുന്ന് പോയി മാളുവിനെ അന്വേഷിക്കാം. മാളു ഇവിടെ തന്നെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു മഹിയേട്ടാ. എങ്ങനെ നമ്മൾ എല്ലായിടത്തും നോക്കിയല്ലോ. വാ ഗംഗേ, താമസിക്കും തോറും അപകട സാധ്യത കൂടുതലാണ്. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുകയും ചെയ്യണം. മാളു, 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 മോളെ, മോളെ, മാളു, മാളു, മോളെ, മാളു, മാളു, എന്റെ മോളെ, മാളു, മോളെ, മോളെ, മാളു. എന്താ പറ്റിയേ? എന്നെ അവരെന്തോ സ്പ്രേ മുഖത്തടിച്ചുറക്കി. എനിക്ക് വയ്യാത്ത പോലെ തോന്നുവാ. മോളെ പേടിക്കണ്ട, ഞങ്ങൾ വന്നില്ലേ. ഇനി മോളെ ആരും ഒന്നും ചെയ്യില്ല കേട്ടോ. നമുക്ക് വേഗം പോവാം.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരൊക്കെയാ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാനും സ്വാധീൻ കൂടെ പോകുന്നുണ്ട്. പിന്നെ അങ്കിളും വല്യപ്പച്ചയും മനയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മോളെത്തിയല്ലോ. ഇത് എന്റെ ബാഗല്ലേ? മോളെ, നിന്നെ ചികിത്സയ്ക്ക് ഗോവിന്ദ് മനയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നീ മറന്നോ? അതിനാ ഗോവിന്ദ് വന്നത്. ലച്ചു മാത്രമല്ല, സഞ്ജു ഞാനും കൂടെ വരുന്നുണ്ട്. അല്ല, ഒരു തലവേദനയ്ക്ക് അത്രയും ദൂരെ പോയി ചികിത്സ നടത്തണോ? ഇത് ഒരു തവണ ചെയ്താൽ മതി, പിന്നെ തലവേദന തിരിച്ചു വരില്ല. മോൾ അവരോട് പോയിട്ട് വാ. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. നിന്റെ അസുഖം മാറാൻ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കും. അത് വേണം ലച്ചു. നിന്നെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്. നീ പോയി അസുഖം ഭേദമായിട്ട് വാ. അല്ല, ഞാനിപ്പോ അവിടെ ഒരുപാട് ദിവസം കഴിയണോ? അങ്ങനെ വേണ്ടി വന്നാ ലച്ചു അത് ചെയ്യണം. അതിനല്ലേ സഞ്ജു സ്വാധീൻ കൂടെ വരുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു തലവേദനയുടെ ചികിത്സയ്ക്ക് പോകുന്ന എന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ ഉപദേശിച്ചയക്കുന്നത്? ഹലോ. ആ ശരി അങ്കിൾ, ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞു. അങ്കിളും വല്യപ്പച്ചും പുറപ്പെട്ടു കഴിഞ്ഞു. എന്നാ പിന്നെ ഞാൻ ലച്ചുവിന്റെ ബാഗ് കാറി കൊണ്ടുവയ്ക്കാം. എന്താ ഇറങ്ങാം? എന്ന് ചെല്ലു മോളെ. ഞാൻ പോയിട്ട് വരട്ടെ. നന്നായി വരും. പോയിട്ട് വാ. അമ്മേ, പോയിട്ട് വാ. പോയിട്ട് വാ മോനെ. വാ. എന്റെ ദേവി, അവള് മടങ്ങി വരുന്നത് പഴയ അമ്മയായിട്ടായിരിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവരൊക്കെ ആരാ? അറിയില്ലടാ. സഞ്ജുട്ടാ, നീ പേടിക്കണ്ട, അവര് പോയല്ലോ. ലച്ചു പോ, പേടിക്കണ്ട, നമുക്ക് പോവാം. ഒരു കാര്യം ഉറപ്പാ, ഈ ആക്രമണം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലച്ചിനെ ഉദ്ദേശിച്ച് മാത്രമായിരുന്നു. എനിക്ക് സംശയമുണ്ട് ഒരാളെ. കണ്ടെത്താൻ നമുക്ക്. നിങ്ങൾ വാ, ഒപ്പോ കേറിക്കോ.
മനയിലെത്തിയല്ലോ. മോളെ, നിനക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ആർക്കും ഒന്നും പറ്റിയില്ല. നിങ്ങൾ ആ കാര്യം വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ഭയന്നുപോയി. ആ, ഒരു അറ്റാക്ക് ലച്ചുവിനെ ലക്ഷ്യം വെച്ചായിരുന്നു. ലച്ചുവിനെ ലക്ഷ്യം വെച്ചു? ആന്തിനാ? ഇതിന്റെ പിന്നിൽ ആരാ? അറിയില്ലെങ്കിൽ അതാരും ആയിക്കോട്ടെ, എന്തായാലും ശ്രീകുട്ടിക്കും സഞ്ജുവിനും ഒന്നും പറ്റിയില്ലല്ലോ എന്ന് കരുതി അതാരാന്നറിയണ്ടേ? പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നു. ആദ്യം എന്താണെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. എന്തായാലും ആർക്കും ഒരു പരിക്കും പറ്റാതെ രക്ഷപ്പെടാൻ പറ്റി. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഇതാരോ കരുതിക്കൂട്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത അറ്റാക്കാണ്. ഇതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലൊന്ന് അറിയിച്ചേക്കാം. മുത്തശ്ശൻ വരുന്നുണ്ട്. തിരുമേനി നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? അത് ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത വേദനയുണ്ട്. തല പിളർന്നു പോകുന്നത് പോലെയാ തോന്നുന്നത്. പ്രശ്നമാണല്ലോ. ആ തലവേദന നമുക്ക് മാറ്റിയെടുക്കണ്ടേ? വേണം. ഈ തലവേദന മാറിക്കിട്ടിയ വലിയ ഉപകാരമായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാർവതി, ഒന്ന് വന്നേ. എന്താ കാര്യം? കാര്യം അറിഞ്ഞാലേ നീ വരുള്ളൂ. ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്യുന്നത് നീ കാണുന്നില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനേക്കാളും വലിയൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിനാണ് ഞാൻ വിളിക്കുന്നത്. എന്താ ആവശ്യം? എന്റെ കല്യാണത്തിന്റെ ചുമതല മുഴുവൻ നിന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ വിശാല്. അതിന് നീ വാ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. കല്യാണത്തിന്റെ തലേന്ന് എനിക്കിടാനുള്ള ഡ്രസ്സും കുറച്ച് ആഭരണങ്ങളും ഒക്കെ എനിക്കൊന്ന് വാങ്ങിക്കണം. ഒരു ചെറിയ ഷോപ്പിംഗ്. അതിനു മുമ്പ് എന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തരണം. ദേ, അതൊക്കെ നീ തന്നെ ചെയ്തു തരണം. അപ്പോഴേ എന്റെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ നിന്റെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളാ. ഇതൊക്കെ ചെയ്ത് തീർന്നിട്ട് നമുക്ക് അടുത്തത് പ്ലാൻ ചെയ്യാം. നീ ജോലി വേഗം തീർത്തിട്ടൊന്ന് വന്നേ. വാ പാർവതി. പറ്റില്ല. പറ്റില്ലെന്നോ? ആദ്യം ഞാൻ ഈ ചെയ്യുന്ന ജോലിയൊക്കെ ഒന്ന് ചെയ്തു തീർക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഓ, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് മടിയാണല്ലേ? അത് നിനക്ക് എങ്ങനെ വേണമെങ്കിലും കരുതാം. അപ്പൊ കല്യാണത്തിന്റെ ചുമതല മുഴുവൻ വിശാലിന്റെ മുമ്പിൽ വെച്ച് ഏറ്റെടുത്തതോ? അതെന്താ, നീ വിശാലിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ഒരിക്കലും അല്ല. പക്ഷെ എല്ലാത്തിനും ഒരു സമയവും സന്ദർഭവും ഒക്കെ ഉണ്ട്. എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം ഇപ്പോഴാ. എന്റെ ജോലി തീർക്കാതെ ഞാൻ എങ്ങോട്ടും ഇല്ല. അപ്പോ നീ എന്റെ കൂടെ വരില്ല? ഇല്ലെന്ന് പറഞ്ഞല്ലോ. നിന്നെ അനുസരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിശാൽ, വിശാൽ. എന്താ? ഒന്നിങ്ങി വന്നേ. വിശാൽ. എന്താ ജസ്മിൻ, എന്താ വിളിച്ചത്? കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വേണ്ട എന്ത് സഹായങ്ങളും പാർവതി ചെയ്തു തരണോന്നല്ലേ വിശാല് പറഞ്ഞത്? അല്ല, അത് വിശാൽ സർ. പാർവതി, ആദ്യം ജാസ്മിൻ പറയട്ടെ. എന്നിട്ടിപ്പോ എന്താ പറ്റിയത്? ഇവക്ക് എന്നെ സഹായിക്കാൻ വയ്യാന്ന്. സർ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഏതായാലും ഇതിന്റെ പേരില് നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. പാർവതി, ജാസ്മിൻ എന്ത് പറഞ്ഞാലും നീ അത് ചെയ്തു കൊടുക്കണം. അവള് കല്യാണ പെണ്ണല്ലേ, അവൾക്ക് ധാരാളം ആവശ്യങ്ങളുണ്ടാവും. നീ വേണം എല്ലാത്തിനും അവൾക്കൊപ്പം നിൽക്കേണ്ടത്.
നീ പറഞ്ഞു കേട്ടല്ലോ. ആ ജാസ്മിൻ, നീ എപ്പം വിളിച്ചാലും പാർവതി നിന്റെ സഹായത്തിനുണ്ടാവും. പോരെ? പാർവതി, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഇപ്പൊ ഈ ജാസ്മിൻ വിചാരിച്ച എന്തും നടക്കും. ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നേന്ന് നീ കാത്തിരുന്ന് കണ്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജാസ്മിൻ, എഴുന്നേക്ക്. എന്താ പറ്റിയേ? എന്താന്നറിയില്ല, പെട്ടെന്ന് എന്തോ ഒരു മയക്കം പോലെ വന്നു. ഇപ്പൊ ഓക്കെ? നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല. ശരി. ജാസ്മിൻ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ ഓക്കെയാ. വിശാലേ, ഇനി നമ്മുടെ വിവാഹം തടയാൻ ആർക്കും സാധിക്കില്ല. ഏയ്, എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ചേച്ചി, പ്രതാപ, എന്താടാ? ചേച്ചി, ചേച്ചി എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട്. വീഡിയോ കിട്ടിയോ? അതല്ല ഞാൻ പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് നീ കാര്യം സാധിച്ചോ? ചേച്ചി, ചേച്ചി എന്നെ കുറിച്ച് എന്താ കരുതിയത്? എന്നാലും ഇത്ര പെട്ടെന്ന് നീ ഇത് സാധിച്ചെടുക്കുന്നത് ഞാൻ കരുതിയില്ല. ശുഭസ്യ ശീക്രോന്നല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല ചേച്ചി. അല്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാം കൃത്യമായിട്ട് കിട്ടിയോ? എല്ലാം കൃത്യം. ചേച്ചി നോക്കിയേ, പാപ്പരാസികൾ പോലും ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ സാധ്യതയില്ല. എവിടെ? നീ അത് കാണിച്ചേ. എടാ, ഒന്ന് വേഗം. ദാ എങ്ങനുണ്ട് ചേച്ചി? ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലൊരു വീഡിയോ തന്നെയാ. അപ്പൊ ചേച്ചി ഹാപ്പിയാണല്ലോ. ഇനി ഇത് വെച്ചൊരു കളി കളിക്കാലോ? തീർച്ചയായും. ഈ വീഡിയോ നമുക്ക് ഒരായുധമാണ് പ്രതാപ. വിശാലുമായിട്ടുള്ള വിവാഹം നടത്താൻ വേണ്ടി പാർവതി എന്തൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും ഈ വീഡിയോ നമ്മൾ പുറത്തുവിട്ടാൽ അതോടെ അവന്റെ അഭ്യാസങ്ങൾ മുഴുവനും അവസാനിക്കും. വിശാലും ജാസ്മിനും തമ്മിലുള്ള ഈ വീഡിയോ പുറം ലോകം കണ്ടാൽ ജാസ്മിനുമായിട്ടുള്ള വിശാലിന്റെ വിവാഹം പിന്നെ ആർക്കും തടയാനാവില്ല. അത് ഉറപ്പല്ലേ? ഇത് കയ്യിലുണ്ടെങ്കിൽ ബാക്കി ജാസ്മിൻ പൊലിപ്പിച്ചോളും. ജാസ്മിനെ വിശാലിന്റെ ഭാര്യയാക്കിയേ മതിയാവൂ. അത് നമ്മുടെ ആവശ്യമാണ്. ജാസ്മിൻ വിശാലിന്റെ ഭാര്യയായാ പിന്നെ ഇവിടുത്തെ സ്വത്ത് വകകളും സകല സമ്പത്തും നമ്മുടേതാവില്ലേ? ഏതായാലും തുറുപ്പ് ചീട്ട് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനിയാണ് പ്രതാപ കളി. നീ കണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ഉടുക്കാൻ സാരി എടുത്തു വെച്ചിട്ടുണ്ട്. വേദന ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട, സാരി ഞാൻ ഉടുപ്പിച്ചു തരാം. വേണ്ട, ഞാൻ ഉടുത്തോളാം. ഇന്നത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒടുവിലേ ഇതിനും എന്റെ സഹായം വേണ്ടി വരും. ഇല്ല, ഞാൻ ഉടുത്തോളാം. ആ ശരി, നമുക്ക് നോക്കാം. ക്ഷമ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ സഹായം വേണ്ടി വരുമെന്ന്. അപ്പോഴേ സമ്മതിച്ചിരുന്നെങ്കിൽ ദേ ഇപ്പൊ സാരി ഉടുത്തു കഴിഞ്ഞാന്. അത് പിന്നെ എന്റെ കൈ വേദനിച്ചു, അതുകൊണ്ടാ. ഞാൻ എടുത്തുതരാം. അയ്യോ അമ്മ. അമ്മ വന്നോട്ടെ, അതിനെന്താ? ശ്ശോ, അമ്മ ഇത് കണ്ടു എന്നാ തോന്നുന്നേ. കണ്ടോട്ടെ. എന്നാലും ഭർത്താവ് ഭാര്യയെ സാരി ഉടുപ്പിക്കുന്നു, അത് നല്ല കാര്യല്ലേ? ഛെ, അമ്മ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഇപ്പൊ അച്ഛനോട് ചെന്ന് ഈ വിവരം പറയും, അല്ലാതെ വേറെന്താ? അപ്പോ അച്ഛൻ പറയും, എന്റെ ദേവകി, നിനക്കും ഇതുപോലെ ഞാൻ എത്ര തവണ സാരി ദാവണിയൊക്കെ ഉടുപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പൊ അവരെങ്ങനെയൊക്കെ? പിന്നല്ലാതെ, അതാണ് പരസ്പര സ്നേഹവും മനപ്പൊരുത്തമുള്ള ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്നത്. ആ നേരെ നിൽക്കും, ഞാൻ ഈ പ്ലീറ്റ് ഒന്ന് നേരെ. ഇതൊക്കെ മതി. പോരാ, അടങ്ങി നിൽക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമൃതാന്റിയെ എനിക്കും വലിയ ഇഷ്ടം. എന്നാലും എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയെ കാണാലോ, നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോ മോൾക്ക് കൂട്ടായി ഞാനില്ലേ? അങ്കിളിന്റെ മോക്ക് ഇഷ്ടല്ലേ? ഇഷ്ടാണ്, അങ്കിളിന് എനിക്ക് വലിയ ഇഷ്ട. എന്നാലും എനിക്ക് എന്റെ അമ്മയെ കാണണം. മോള് നല്ല മിടുക്കി കുട്ടിയാണെന്നല്ലേ അങ്കിള് കരുതിയിരുന്നത്? നല്ല ധൈര്യമുള്ള മോളാണ്. എന്നിട്ടാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ അമ്മയൊന്ന് കണ്ടാ മതി. വഴിയുണ്ടാക്കാം, നമുക്കതിന് വഴിയുണ്ടാക്കാം. പിന്നെ താമസിയാതെ മോൾക്ക് മോളുടെ അമ്മയെ കാണാൻ പറ്റും. അതിനു വേണ്ടത് ഈ അങ്കിൾ ചെയ്യും. എന്താ, അങ്കിളിന്റെ മോൾക്ക് വിശ്വാസമല്ലേ? അങ്കിളിന് എനിക്ക് നല്ല വിശ്വാസ. എന്നാ മോൾക്ക് അങ്കിള് വാക്ക് തരാം, താമസിയാതെ മോൾക്ക് അമ്മയെ കാണാൻ പറ്റും. അതിനു വേണ്ടത് ഈ അങ്കിൾ ചെയ്യും.
ദേ നല്ല മോളല്ലേ ശ്രീക്കുട്ടി, എന്നാ ഇത് കഴിക്കേ. അങ്കിളല്ലേ പറയുന്നേ, കഴിക്കേ. അല്ലേ വേണ്ട, അങ്കിള് തരാം മോൾക്ക്. എന്താ മോളെ, എരിവുണ്ടോ? എന്നാ മോള് ഇത് കുടിക്കും, എരിവ് മാറിക്കോളും. എരിവ് മാറിയോ? കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, അവള് തനിച്ചിരുന്ന് കഴിക്കില്ലേ? അത് അമ്മേ, മോള് കഴിക്കാണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോ വിഷമം തോന്നി. ഏതോ ഒരു കുട്ടി ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നു. അരുൺ ഇതിനെ ഇത്ര പുന്നാരിക്കണമെന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. റെഡിയായി കഴിഞ്ഞടാ. പക്ഷെ ഉമാദത്തൻ സാറിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം വിളിച്ചിരുന്നു. ചെറിയൊരു മീറ്റിംഗാ, അത് കഴിയുമ്പോൾ ഞങ്ങൾ എത്തും. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്ക് വലിയേട്ടാ. കാര്യം എന്തൊക്കെയായാലും അച്ഛന് ഞങ്ങളെ കാണുന്നതിനും കാട്ടി തൃപ്തി പ്രസാദേട്ടനെ കാണുന്നത്. ആര് പറഞ്ഞു അത്? എനിക്ക് എന്റെ മക്കളെല്ലാം ഒരുപോലെയാ. നീ വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാതെ ഹരി. ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി, അച്ഛനത് വലുതാക്കും. എന്നെ കൊണ്ട് അത്രയ്ക്കല്ലേ വലിയേട്ടാ ചെയ്യാൻ പറ്റൂ. മതി മതി, വെച്ചേക്ക്, ഞാൻ വിളിക്കാം. നീ ഫോൺ വെച്ചോ. എന്താ ഹരി വെറുതെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കും ഓരോന്ന് പറയുക. എന്തായി? എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്, അതോടി കഴിഞ്ഞ് പുന്നാരമ്മ വരൂന്ന്. അച്ഛാ, അയ്യോ അച്ഛാ, ഓടി വരണേ. എന്താ മോളെ, എന്താ? അച്ഛാ, നമ്മുടെ അച്ചൂട്ടൻ. പറ. അച്ചൂട്ടൻ ബോധം കെട്ടി വീണ് കിടക്കുന്നു. അയ്യോ, മോനെ, അച്ചു, അച്ചു, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, മോനെ, എനിക്ക്, മോനെ, എന്ത് പറ്റി? മോനെ, അച്ചൂട്ടാ, അച്ചു, മോനെ, കണ്ണു തുറക്കടാ. അച്ചൂട്ടാ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, 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 മോനെ, മോനെ, കണ്ണു തുറക്കടാ. അച്ചൂട്ടാ, അച്ചു, മോനെ, അച്ചൂട്ടാ, എണീക്കടാ. അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ, അച്ചൂട്ടാ, മോനെ, അച്ചൂട്ടാ. എന്താ രുക്മിണി, എന്താ പറ്റിയത്? മരത്തിന്ന് മറ്റോ വീണതാണോ? അല്ല, ഇവര് മുറ്റത്ത് നിൽക്കുമായിരുന്നു. നിലവിളി കേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്ന്. കാര്യം എന്തെന്ന് ആരെങ്കിലും തെളിച്ചു പറ. അച്ഛാ, അച്ചു പുഷ്പചേട്ടനും കൂടി പഞ്ചഗുസ്തി പിടിക്കുകയായിരുന്നു. എന്റെ കയ്യേലത്തിന് ബലം കൂടി വന്നപ്പോഴാ ഞാൻ നോക്കിയത്. ജയിച്ചു എന്ന് പറയുന്നതിനിടയിൽ കുഴഞ്ഞു വീണു. എല്ലാരും ഒന്ന് മാറി നിന്നേ, കുട്ടിക്ക് നല്ലോണം ശ്വാസം കിട്ടട്ടെ. അല്ല, കുട്ടി എന്താ കഴിച്ചത്? രാവിലെ തൊടിയിലും പറമ്പിലും ഒക്കെ ഓട്ടവും ചാട്ടമായിരുന്നു. മാങ്ങയും ചക്കയും ജാമ്പക്കൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പേരക്കമ്പ് വഴി പാഞ്ഞു കയറി പേരക്ക പറിച്ച് തിന്നുന്നത് കണ്ടു. അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും കുട്ടിയെടുത്ത് അകത്തേക്ക് എത്തിക്കിടത്തു. ആശുപത്രിയിൽ കൊണ്ടുപോണ്ടേ അച്ഛാ? അതിനു മാത്രം ഒന്നും ഇല്ല മോളെ. ഇളം വെയിലടിച്ച് തളർന്നിട്ടുണ്ട് കുട്ടി. പിന്നെ ക്രമം തെറ്റിയ ആഹാരവും. ഇതത്ര കാര്യാക്കാനൊന്നുമില്ല.
ഞാൻ ചെന്ന് ഗോപാലൻ വൈദ്യരെ ഒന്ന് കണ്ടിട്ട് വരാം. കാറ്റും വെളിച്ചവും കിട്ടുന്ന മട്ടില് കുഞ്ഞിനെ കിടത്തിയാ മതി. ആ രുക്മിണി, ഞാൻ പോയിട്ട് വരാം. കുട്ടി തളർച്ച മാറി കണ്ണു തുറക്കുകയാണെങ്കിൽ ഇത്തിരി ഉപ്പൊഴിച്ച കഞ്ഞിവെള്ളം കൊടുത്തേക്ക്. ഹരി പിടിക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? ഏയ് ഒരിക്കലുമില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞ അച്ചട്ടാ, വേറെ കുഴപ്പമൊന്നും വരില്ലെന്നേ. വാ, അകത്തുകൊണ്ടേ കിടത്താം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുതിയ കാലത്തിന്റെ കൗശലങ്ങൾ നിങ്ങൾക്കിപ്പോഴും അറിയില്ല. കള്ളന്റെ ഏറ്റവും വലിയ ശത്രുവാരാണെന്നറിയാമോ? അത് പോലീസുകാര് തന്നെ. ശത്രു മാത്രമല്ല, മിത്രങ്ങളും അങ്ങനെ തന്നെ. ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. തെളിച്ചു പറ. നിങ്ങൾ പറഞ്ഞ ജോലി പറഞ്ഞ സമയത്ത് ചെയ്തിട്ട് വരാൻ ഒന്നാം തരം ടീമുകളുണ്ട് എന്റെ പക്കൽ. രണ്ടണയ്ക്കോ 3 ചക്രത്തിനോ പണിയെടുക്കുന്ന ലോക്കൽ റൌഡികളോ ദാതകളോ ഗുണ്ടകളോ അല്ല അവർ. കാക്കിയിട്ട നല്ല ഉശിരൻ പോലീസുകാർ. തെളിച്ചു പറഞ്ഞാൽ പണത്തിനു വേണ്ടി കാക്കിയെ മറയാക്കി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒന്നാം തരം ക്രിമിനലുകൾ എന്നർത്ഥം. പോലീസുകാരോ? അതെ. പക്ഷേ പലരും സസ്പെൻഷനിലിരിക്കുന്നവരാ. സർവീസിൽ ഉടായ്പ കാണിച്ചിട്ട് അധികാരവും ക്രിമിനൽ ബുദ്ധിയും ഒത്തുചേർന്നാൽ എന്താ സംഭവിക്കാന്നറിയാലോ? പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നുകളയും അവർ. അങ്ങനത്തെ ബാച്ചാണ്. എന്നാ കാണട്ടെ. ഇവനാണ് ആ ടീമിന്റെ നേതാവ്. കേട്ടിട്ടുണ്ടോന്നറിയില്ല, പഴയൊരു പുലിയായിരുന്നു. പേര് ഹൈദരലി ഹുസൈൻ എന്നാ. എവിടെയുണ്ട് അവരിപ്പോ? വിളിക്ക, ഇപ്പൊ തന്നെ. ഞാൻ വിളിച്ചാ പറന്നു വരും. പൂ പോലെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ അവരുടെ മിനിറ്റുകൾ പോലും വിലപിടിപ്പുള്ളതാണ്. കോർപ്പറേറ്റ് ക്രൈമിന്റെ കൊട്ടേഷനാണ് സാധാരണ എടുക്കാറ്. പറ, പണം എത്ര വേണം? എത്ര കൊടുക്കണം ഞാൻ? ഇക്കാര്യത്തിൽ വിലപേശലുകളില്ല. ഒറ്റ എമൗണ്ടാണ്, 25 lakhs ഓൺലി. 25 ലക്ഷം രൂപയോ? പറഞ്ഞല്ലോ, നോ ബാർഗൈനിങ്. ആളിന്റെ സ്ഥലം, ഒരു ഫോട്ടോ, ഇത്ര മതി ഹൈദറിന്. ബാക്കി അയാൾ പോലീസ് ഡോഗിനെ പോലെ മണത്ത് കണ്ടുപിടിച്ച് വേട്ടയാടിക്കൊള്ളും. സമ്മതമാണെങ്കിൽ ഇപ്പോ ഈ നിമിഷം വിളിക്കാം. എന്തു പറയുന്നു? ബട്ട് ഓൺ വൺ കണ്ടീഷൻ. ആദ്യം രാധെ, അവളെ മാത്രമല്ല അവനെയും പൊക്കണം. അവളുടെ ആ രക്ഷകനെ. എന്താ നടക്കോ? നടക്കും. എന്റെ വാക്ക്. കാശെടുക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, മീനാക്ഷിയുടെ കൈക്ക് തന്നു പറ്റി? അത് ഗുണ്ടാ ആക്രമണം. ഗുണ്ടാ ആക്രമണം? സത്യമാ പറഞ്ഞത്. മീനാക്ഷി കൂടെ ഉണ്ടായതുകൊണ്ട് രാജലക്ഷ്മി രക്ഷപ്പെട്ടു. രാജലക്ഷ്മിക്ക് നേരെയായിരുന്നു ആക്രമണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അച്ഛാ.
എന്നെ ആരോ ആക്രമിക്കാൻ വരുന്നെന്ന് എന്റെ കൊച്ചുമകള് മീനാക്ഷി സ്വപ്നം കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയപ്പോ അവള് കൂടെ വന്നു. മാത്രമല്ല കാർത്തിയെ വിളിച്ച് വിവരവും ധരിപ്പിച്ചു. കൃത്യസമയത്ത് കാർത്തി എത്തി. എന്നെ ഒരുത്തം വെട്ടാൻ വാളോങ്ങി. ആ വാളില് കയറി പിടിച്ചിട്ടാ മീനാക്ഷിയുടെ കൈ മുറിഞ്ഞത്. ഞങ്ങള് ഔട്ട് ഹൗസിലേക്ക് പൊക്കോട്ടെ മുത്തശ്ശി, ഒന്ന് കിടക്കണം. അങ്ങനെ പോകുന്നത് ശരിയാണോ? മുത്തശ്ശനും മുത്തശ്ശിക്കും ഇനിയും കൊച്ചുമകളുടെ പ്രൊട്ടക്ഷൻ വേണ്ടേ? ഞങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ? മാലതി, അമ്മേ, ആരതി കൊണ്ടുവരൂ. ആരതിയോ? അതെന്തിനാ? നിന്റെ അച്ഛമ്മയാ ഞാൻ. അച്ഛച്ചൻ കൈമളേട്ടനും. പക്ഷേ മുത്തശ്ശിന്നും മുത്തശ്ശാന്നും വിളിച്ചതുകൊണ്ട് ഇനി അങ്ങനെ തന്നെ വിളിച്ചാ മതി. ഞങ്ങളുടെ പേരക്കുട്ടിയാ മീനാക്ഷി. മുത്തച്ഛന്റെ നക്ഷത്രക്കുട്ടി. ആ, നക്ഷത്രക്കുട്ടൻ താ നിൽക്കുന്നു. ദേ, മുത്തശ്ശി ഇങ്ങനെ ചില കുറുമ്പൊക്കെ കാണിക്കും. അത് മുത്തശ്ശിയുടെ സ്വഭാവം മാത്രമല്ല, ശീലം കൂടിയാ. ഞങ്ങളുടെ പേരക്കുട്ടി താമസിക്കേണ്ടത് ഞങ്ങളോടൊപ്പം ചെമ്പകമംഗലം തറവാട്ടില. മുത്തശ്ശി, പൊന്നുമോളെ, ഇപ്പോഴാണ് അമ്മ ഒരു അമ്മയായത്. ചെമ്പകമംഗലത്തിന്റെ സിംബോളിക് നാടകം. ചിലപ്പോ അടിച്ച് പുറത്താക്കുന്നു, ചിലപ്പം വിളിച്ച് കയറ്റുന്നു. മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും ഇടതും വലതും അങ്ങനെ ഒരാളായി ഞങ്ങളുടെ പുന്നാര മോള്. നന്ദിനി, കയറി വാ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാതിലടയ്ക്കുന്ന എന്തിനാ? അപ്പോഴല്ലേ എല്ലാരും നമ്മൾ സംശയിക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം നീയും ഞാനും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. അതാ ഞാൻ വാതിലടച്ചത്. നീ വിളിച്ച കാര്യം പറയടാ. പറയാം. നീ അവിടെ ഇരിക്കും. ഇതൊരു ലാടവൈദ്യം എന്ന പച്ചമരുന്ന്. അവരിത് പ്രകൃതിയിൽ നിന്ന് ശേഖരിക്കുന്ന ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് സൈഡ് എഫക്റ്റും ഇല്ല, മറ്റ് ഒരാപത്തും ഇല്ല. ആഘോഷനാവോ? എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. 100% അബോഷൻ സംഭവിക്കുന്ന ആ ലാടൻ പറഞ്ഞത്. അയാള് കാലങ്ങളായിട്ട് ഈ മരുന്നുണ്ടാക്കി വെക്കുന്ന ആളല്ലേ. കുഞ്ഞില്ലാതാവും, അമ്മയ്ക്കൊന്നും പറ്റില്ലെന്നാണ് അയാൾ പറഞ്ഞത്. എന്തായാലും ഈ മരുന്നിങ്ങിത്താ. ഈ ശാപഭാരം ചുമക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. അല്ല,
ഈ മരുന്ന് കഴിക്കുന്നതിന് നിനക്ക് പേടി വല്ലതുണ്ടോ? എനിക്കെന്തിനു പേടി? എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും എത്ര വൈകിയാലും ഞാനും നീയും തമ്മിൽ കല്യാണം കഴിക്കും. നിന്റേതല്ലാത്ത ഈ സന്തതി എന്നായാലും നിനക്കൊരു ഭാരമാവോടാ. എടോ, അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ വിഷമിക്കണ്ട. ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാണ്. അതിനിടയ്ക്ക് ഈ വക വിഷയങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമാവില്ല. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയായാലും ഈ മരുന്ന് കഴിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്കതല്ല പ്രശ്നം. ഞാൻ ഈ മരുന്ന് കഴിച്ച അബോഷനായ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതാന്ന് ആരെങ്കിലും പറയില്ലേ? പ്രത്യേകിച്ചും ആ മീനാക്ഷി. അവൾ എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇത് ഞാൻ ചെയ്തതാണെന്ന് എല്ലാവരും അറിഞ്ഞ അതിനെ വേറൊരു വഴിയുണ്ട്. താനാ മരുന്നുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.